കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി മെഹബൂബിന്റെ ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്, അതുകൂടി കേൾക്കാം. 100% സ്വാഭാവിക പ്രതികരണം. അവര് സമാധാന രീതി തന്നെയാണ്. SP തന്നെ പരസ്യമായി പറഞ്ഞല്ലോ, പോലീസിന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു സമീപനം ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ. പോലീസ് നിങ്ങൾ കാണേണ്ടത് ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു പരിക്കും പറ്റിയിട്ടില്ല. ഈ MP അല്ലാതെ 7 പോലീസുകാർ ഹോസ്പിറ്റലിലുണ്ട്. വടകര DYSPയുടെ കൈ സാരമായ പരിക്കാണ്. അതേ തരത്തിലുള്ള പരിക്കാണ് പേരാമ്പ്ര DYSP സുനിലിനും. അനീസ് അലി കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ്, ഈ പ്രതിഷേധ സംഗമ വേദിയിലാണോ ഉള്ളത്? തീർച്ചയായും ഇന്നലെ ഷാഫി പറമ്പിൽ മർദ്ദനമേറ്റ അതേ സ്ഥലത്ത് തന്നെയാണ്, പേരാമ്പ്ര ടൗണിലാണ് ഇന്നിപ്പോൾ UDFന്റെ പ്രതിഷേധ മഹാസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. നൂറുകണക്കിന് പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇന്നലെ പരിപാടി നടക്കുന്ന 7:30 വൈകുന്നേരം 7:30 ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാനപരമായ ഒരു പ്രതിഷേധ പ്രകടനത്തെ ഈ പോലീസ് ആക്രമിച്ച് ലാത്തിചാർജിൽ ഇരയാക്കുകയായിരുന്നു. ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ട് തന്നെ പോലീസ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് UDF പ്രവർത്തകർ ആരോപിക്കുന്നത്. അതിന് കാരണമാകുന്നത് നേരത്തെ ഇവിടെ പ്രദേശത്തെ കോളേജിൽ പതിറ്റാണ്ടുകളായി SFI മാത്രം വിജയിച്ചിരുന്ന കോളേജിൽ KSU വിജയിച്ചതോടുകൂടി KSUവും SFIയും തമ്മിലുള്ള ഒരു തരത്തിലുള്ള സംഘർഷവും രൂപപ്പെട്ടിരുന്നു. അതേ തുടർന്ന് KSU പ്രവർത്തകരുടെ മർദ്ദനത്തെ തുടർന്ന് KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതിനെ തുടർന്ന് UDF കോൺഗ്രസ് പ്രവർത്തകർ പ്രദേശത്ത് ഹർത്താൽ ആചരിച്ചിരുന്നു. അതിനുശേഷം നടത്തിയ ഒരു പ്രകടനത്തിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഈ പ്രകടനത്തിലേക്ക് CPMന്റെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇടപെട്ടത് എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, ഷാഫി പറമ്പിലിന് അത്തരത്തിൽ മർദ്ദനം ഉണ്ടായിട്ടില്ല, തങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ണീർവാദം പ്രയോഗിച്ചപ്പോൾ എന്തെങ്കിലും പരിക്ക് സംഭവിച്ചതായിരിക്കാം എന്ന വാദമാണ് പോലീസ് ഉയർത്തിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ട് തന്നെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെയും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ UDF പ്രവർത്തകർ വർദ്ധിത വീര്യത്തിലാണ് പോലീസിന് നേരെയും CPMന് നേരെയും വലിയ രോഷത്തോടു കൂടിയാണ് പ്രവർത്തകർ ഇപ്പോൾ സംഘടിച്ചിട്ടുള്ളത്. ഇന്നലെ ഈ പ്രകടനം നടക്കുമ്പോൾ ഷാഫി പറമ്പിലിന്റെ മർദ്ദനമേറ്റ അതേ സ്ഥലത്ത് തന്നെയാണ് നൂറുകണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ UDF പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നത്. പ്രതിഷേധ സംഗമം ആരംഭിച്ചു കഴിഞ്ഞ് KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹം KC വേണുഗോപാൽ, അതുപോലെ തന്നെ T സിദ്ദീഖ് MLA, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നജീബ് കാന്തപുരം തുടങ്ങിയ വലുതും ചെറുതുമായ ഒരുപാട് നേതാക്കൾ ഈ പ്രതിഷേധ സംഗമത്തിൽ സംഘടിക്കുന്നുണ്ട്. എന്തായാലും പ്രവർത്തകർ വലിയ രോഷത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അമൃത. ശരി, അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ മഹാപ്രതിഷേധ സംഗമം നടക്കാനിരിക്കുകയാണ്. KC വേണുഗോപാലാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുക.